ഇത് അങ്ങനെ കഴിച്ച് ഇന്ന് രാവിലെ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലൂക്കാപ്പിക്ക് തലേന്ന് മേളയിൽ നിന്ന് കൊടുത്ത LED ബൾബൊക്കെ വെച്ച് കത്തുന്ന ഒരു ബലൂണായിരുന്നു. അത് അവളത് പൊട്ടിച്ചത് ഈ കൊലത്തിലാക്കി തരുന്നു. പിന്നെ നോക്കിയില്ല, ആ ബലൂൺ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന LED ബൾബ് ഇതിങ്ങനെ പറ്റി ഊരിയെടുത്തു. നമ്മുടെ ഐഡിയ എന്താണെന്ന് പറഞ്ഞിരുന്ന ഗൈസ്, അതിന് മുമ്പേ നമ്മുടെ പറമ്പിൽ കിടന്ന ഒരു ബോട്ടിലായിരുന്നു എന്റെ ലക്ഷ്യം. അതുപോലെ നമുക്ക് അടിപൊളി ഒരു മോർഫീസിന്റെ ബോട്ടിൽ തന്നെ കിട്ടി. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിന് അടുപ്പിൽ ഇതുപോലെ പയ്യെ തട്ടി കൊടുത്താൽ നമുക്ക് അടുപ്പ് കളഞ്ഞിട്ട് നീറ്റായിട്ട് ഇതുപോലെ കിട്ടും. പിന്നെ ഒന്നും നോക്കില്ല, വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് സോപ്പ് വെച്ച് നല്ല രീതിയിൽ തേച്ച് കഴുകി എടുക്കുന്ന ഒട്ടും അഴുക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ കുറച്ച് മണലൊക്കെ ഇട്ടിട്ട് ഉൾഭാഗം ഒന്ന് തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. ഇതിനിടയ്ക്ക് നമ്മുടെ ലൂക്കപ്പ് എന്ന ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു കൊടുത്തു. നല്ല രീതിയിൽ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ബോട്ടിൽ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ വീട്ടിൽ കിടന്ന ഒരു പഴയ ഒരു ചാർജർ എടുത്തിട്ട് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ചെക്ക് ചെയ്തത് അത് ഇതുപോലെ ആ LED ബൾബിന്റെ 2 എൻഡിലായിട്ട് കൊടുത്തു വയ്ക്കാം. പിന്നെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഇൻസുലേഷൻ ടൈപ്പ് കവർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഇൻസുലേഷൻ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ പേപ്പർ ടൈപ്പാണ്. അത് വെച്ച് പയ്യെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻസുലേഷൻ ടൈപ്പ് കിട്ടുമെങ്കിൽ അത് തന്നെ വെച്ച് തന്നെ കവർ ചെയ്യുക. ഇതുപോലെ നല്ല രീതിയിൽ കവർ ചെയ്ത ശേഷം പയ്യെ ബോട്ടിലിനുള്ളിലേക്ക് പയ്യെ എല്ലാം ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ആ ബോട്ടിലിന്റെ. കാരണം എല്ലാം കെട്ടുപണിയരുത്, ശ്രദ്ധിച്ചാണ് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അങ്ങനത്തെ എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ഇവിടെ സെറ്റായി. പിന്നെ അടപ്പിട്ട ശേഷം ഇത് എല്ലാം കഴിഞ്ഞ് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ടേബിൾ ലാമ്പ് എന്നുള്ളത്. സോ ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ ടേബിൾ ലാമ്പ്. എങ്ങനെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് കാണായിരുന്നു, ഇപ്പൊ പകലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.